ഹലോ നമസ്കാരം. പ്രകമ്പനം കിടു പ്രകമ്പനം തന്നെയാണ് പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇതിൻ്റെ ഡയറക്ടർ വിജേഷ് പുനത്തൂർ, ഇതിൻ്റെ റൈറ്റേഴ്സ് 2 പേരുണ്ട്, വിജേഷ് പുനത്തൂർ, ശ്രീഹരി വടക്കൻ. മ്യൂസിക് ബിബിൻ അശോക്, ശങ്കർ ശർമ്മ 2 പേരാണ്. അപ്പോൾ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇനി സ്റ്റാറിങ്ങിലേക്ക് വരാം. അഭിനയിക്കുന്ന ആൾക്കാർ മറ്റേ സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ, ഗണപതി, പിന്നെ അൽ അമീൻ, പ്രശാന്ത് അലക്സാണ്ടർ, അസീസ് നെടുമങ്ങാട്, പിന്നെ ഉണ്ണികൃഷ്ണൻ, പിന്നെ അങ്ങനെ ഒരു വലിയ താരനിരകൾ, രാജേഷ് മാധവൻ. ഇനി പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ഞാൻ 3 ആൾക്ക് 100-ൽ 100 കൊടുക്കും. അതൊന്ന് സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ, രാജേഷ് മാധവൻ. കിഡ് പെർഫോമൻസ് ആയിട്ട് പറയാൻ കാര്യം എന്താ വെച്ചാൽ, സാഗർ സൂര്യ 2 പേരായിട്ടുള്ളൊരു അത് കിഡുണ്ട്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. കിഡു എന്ന് പറഞ്ഞാൽ കിഡുണ്ട്. പിന്നെ മല്ലിക സുകുമാരൻ എന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവൽ. അത് ഞാൻ പറയുന്നില്ല എന്താ കഥാപാത്രം എന്നുള്ളത്, സ്പോയിലാണ്ട. വേറെ ലെവല്. അതുപോലെ രാജേഷ് മാധവൻ കുറച്ചേ ഉള്ളൂ വെച്ചെങ്കിലും ആ റോള് ചെയ്യാൻ എളുപ്പമല്ല. അതും കിഡുണ്ട്. ഇത് നമ്മൾ പടം കണ്ട് തുടക്കം മല്ലിക സുകുമാരനും ഒരു കുടുംബത്തെ ഒരു സംഭവം ബേസ് ചെയ്തിട്ടുള്ള ഒരു തറവാട്ടിൽ നടക്കുന്ന സംഭവം. അത് കഴിഞ്ഞിട്ട് നേരെ ആ ഹോസ്റ്റലിൽ പാട്ട്, അതായത് സാഹചര്യത്തിനനുസരിച്ചുള്ള നല്ല രസമുള്ള പാട്ടുകൾ. മ്യൂസിക് 2 പേരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ബിബിൻ അശോകനും ശങ്കർ ശർമ്മയാണ് മ്യൂസിക്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ പാട്ടും ഒക്കെ അതിനനുസരിച്ച് നല്ല ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതാണ് പടം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് നല്ല രസമായിട്ട് കോമഡിയും ചിരിച്ച് ഉണ്ട്. ഇപ്പം എന്താ പറഞ്ഞാൽ അങ്ങേറ്റത്തെ ചിരിയല്ലെങ്കിലും ശരി, നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചിരിക്കും. പിന്നെ ഒരു കണ്ണൂർ മറ്റേ ഇതാണ്, സ്ലാങ്ങാണ്. അതെല്ലാം രസമായിട്ട് എടുത്തിട്ടുണ്ട്. മറ്റേ സാഗറൊക്കെ മറ്റേ ഗണപതിയൊക്കെ ശരിക്കും ആ ഒരു കണ്ണൂരിലെ ഇതിൽ സംസാരിക്കുന്നതും ഒക്കെ രസമായിട്ടുണ്ട്. അതുപോലെ മല്ലിക സുകുമാരൻ എന്താണ്ട്, കലാഭവൻ നവാസ് ഒരു അവസാനത്തെ ഫിലിമാണ്. അല്ലാതെ വിഷമം തോന്നി, എന്നാലും ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും നായികയുടെ പേര് ഞാൻ മറന്നു, നായികയും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഗുഡ് പെർഫോമൻസാണ്. പക്ഷെ 100-ൽ 100 ഇവർക്ക് കൊടുക്കും. എല്ലാവർക്കും ഗണപതി അങ്ങനെ എല്ലാവർക്കും 99% കൊടുക്കും. എന്തായാലും 1% കുറച്ചു എന്നുള്ളത് നന്നായിട്ടുണ്ട്. ഇനി ഞാൻ വേറെ കാര്യം പറയാം. ഇതിൽ സാഗർ സൂര്യയുടെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ പടങ്ങൾ, മുന്നത്തെ പടങ്ങൾ, കുരുതിയിൽ ആളെ ചെയ്തിട്ടുള്ള റോൾ അടിപൊളിയായിട്ടുണ്ട്. അതിനേക്കാൾ ഇത്തിരി കൂടി ഹൈ ലെവലിൽ മറ്റേ പണിയാണ് ഇത് വെച്ചിട്ട് ഏറ്റവും ടോപ്പായിട്ടേക്ക് തോന്നിയേക്കണം. പക്ഷേ പണിയേക്കാളും അതിൽ ഒരേ ലെവലിലോട്ട് അവസാനം വരെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവലാണ് ആളുടെ ഒരു ശൈലി. പിന്നെ ഞാൻ പറയുന്നില്ല, അങ്ങനെ 2 തരത്തിലുള്ള ശൈലിയിൽ സൂപ്പറായിട്ട് മൂപ്പര് ചെയ്തിട്ടുണ്ട്. ഇത്രയും കഴിവുള്ളൊരു നടനൊക്കെ ഇനിയും ഇഷ്ടം പോലെ ചാൻസ് കൊടുക്കണം എന്നാണ് പറയുക. കാരണം ഇത്രയും കഴിവ് എന്ന് പറഞ്ഞാൽ അത്രയും കഴിവുണ്ട്. ഈ വളർന്നു വരുന്ന പുതുമുഖങ്ങളൊക്കെ ഇതുപോലത്തെ റോള് കൊടുത്ത് ഉയർത്തി കൊണ്ടുവരണം. ഗണപതിയും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഗണപതിനെ അറിയാലോ, അഭിനയിച്ചതൊക്കെ എല്ലാം നന്നായിട്ടുണ്ട്. ഈ സംവിധായകൻ മുന്നേ ചെയ്തിട്ടുള്ള സിനിമ യമുന, നദികളിൽ സുന്ദരി യമുന, അത് പക്ഷേ ഹിറ്റായില്ല. പക്ഷേ ഇയാൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് ഇതിൻ്റെ മറ്റേ എടുത്തിട്ടുള്ളതും ഷോട്ടുകളും എല്ലാം എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് പടമാണ്, തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇൻ്റർവെല്ലിന് ശേഷം പടം ആദ്യം വേറെ ലെവലാണ്. അതുപോലെ രാജേഷ് മാധവനൊക്കെ ഉണ്ടല്ലോ, കിഡു. രാജേഷ് മാധവനൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ആളുടെ ഒരു ശൈലി അറിയാലോ, ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ ഒരു മാനറിസങ്ങൾ വേറെ ലെവൽ ആണ്. അതുകൊണ്ടാണ് ഞാൻ 100 എന്ന് പറഞ്ഞത്. അവസാനിക്കാകുമ്പോൾ ഭയങ്കര പടത്തിൻ്റെ വേറെ ഇത് സെക്കൻഡ് പാർട്ട് ഇറങ്ങാനും വഴിയുണ്ട്. അങ്ങനെയാണ് കൊണ്ടുവന്ന് നിർത്തിയേക്കണത്. എനിക്ക് മറ്റേ ഇൻ്റർവെല്ലിന് ശേഷം ഭയങ്കര രസമായിട്ട് തോന്നിച്ച കുറേ സീനുകളുണ്ട്. സ്പോയിലാവണ്ടാച്ചിട്ടാണ് ഞാൻ പറയാത്തത്. നല്ല ഹൊറർ കോമഡി ചിത്രം. ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. മറ്റേ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പല സിറ്റുവേഷനിലും വരുന്ന ഹൊററും കുറച്ച് നമുക്ക് അവസാനമാകുമ്പോൾ ഇതെന്തെങ്ങനെയെന്നൊക്കെ തോന്നും കുറച്ച് സീനൊക്കെ. എന്നാലും അതങ്ങനെ ആ ഒരു സ്റ്റൈലിൽ പോയി കിട്ടും. അടിപൊളി. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കണ്ടോളാം.